കുട്ടികൾക്ക് പനി വന്നാൽ അല്ലെങ്കിൽ കഫസംബന്ധമായ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുക എന്നുള്ള ശരിക്കുള്ള പരിഹാരം. അപ്പൊ ആഹാരം ഒഴിവാക്കിയിട്ട് അക്യുപഞ്ചർ ചെയ്താൽ അത് വേഗം മാറി. അത് മാത്രം മനസ്സിലാക്കേണ്ടത് ഈ കഫം അത് ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. അപ്പൊ ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന ഒരു ഘടകം അത് കഫം. അപ്പൊ ആ കഫം ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ ശ്വാസമുട്ടുണ്ടാവും. പക്ഷെ അതിനെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ച് കഫം ഉണക്കി വെക്കുന്നത് റിസ്ക് ആണ്. അതേസമയത്ത് ആ കഫം പുറത്തു വരാനാണ് ചികിത്സ നൽകുന്നത്. അക്യുപഞ്ചർ ഗുണം എന്താ ചോദിച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുട്ടികൾ നിയമം ചെയ്യാൻ ടെസ്റ്റ് മാതിരി ചെയ്യുമ്പോൾ കുട്ടികളുടെ കഫം വേഗം ചുമച്ച് തുപ്പിക്കൊണ്ടോ അല്ലെങ്കിൽ വയറ്റിന് പോയിട്ടുണ്ടോ കഫം വേഗം പുറത്തേക്ക്. പനിയാണെങ്കിൽ പകയുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 3 ദിവസം പനി, 5 ദിവസമുള്ള പനി, പനി. അപ്പൊ ഏതുതരം പ്രശ്നങ്ങൾ ആ പനിക്ക് സമയം അപ്പൊ ഈ രീതിയിൽ ചികിത്സ കൊണ്ടുപോയാൽ പനിക്ക് പനിയുടെ സമയം അനുവദിക്കുക. ഈ കഫസംബന്ധമായ ആഹാര ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തന്നെ പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ശരിയായ ഒരു പരിഹാരമാണ്. അല്ലാതെ മരുന്ന് വെക്കുന്നത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മരുന്ന് കൊടുത്ത് സ്വാഭാവികമായും 3 മാസം നിർബന്ധമായും വീട്ടിൽ രോഗം വരും. അപ്പൊ വീട്ടിൽ ഡോക്ടർ കാണിക്കുന്നത് ഇത് ഒരു ഡോക്ടറിൽ പോയി വരിക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. പക്ഷെ അക്യുപഞ്ചർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ സ്ഥിരമായി ആവശ്യമായ രീതിയിൽ ആരോഗ്യം നിർവഹിക്കുന്ന ഓക്കെ.